ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 182. നമ്മൾ മണ്ഡലം 1 രണ്ടാം അഷ്ടകത്തിൽ അധ്യായം 1 അനുവാകം 19 സൂക്തം 122 നോക്കുന്നത്. ഇതിൽ വിശ്വദേവതകളാണ്. ദേവതകൾ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകളാണ്. കാരണം അവയെല്ലാം നമുക്ക് വേണ്ടതാണ്. അവയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ യജ്ഞങ്ങൾ നടത്തുന്നതും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിക്കുന്നതും. അവയിൽ ഏറ്റവും പ്രബലമായ ദേവതകളെയാണ് ഇവിടെ എടുത്തു പറയുന്നത്. അതേതാണെന്ന് നോക്കാം. അപ്പം നമുക്ക് ആദ്യം ഒന്നാമത്തെ മന്ത്രത്തിലേക്ക്. ഋഗ്വേദം മണ്ഡലം 1 രണ്ടാം അഷ്ടകം അധ്യായം 1 അനുവാകം 19 സൂക്തം 122 ഋഷി കക്ഷിവാൻ ദേവത വിശ്വദേവകൾ ഛന്ദസ് പങ്ക്തി തൃഷ്ടുപ്പ് പ്രവപാന്തം രഘുമന്യവോന്ധോ യജ്ഞം രുദ്രായ മേൽഹുഷേ ഭരത്വം ദിവോ അസ്തോഷസുരസ്യ വീരൈരിഷുദ്ധേവ മരുതോരോദസ്യോഹോ. മരുത്തുക്കളോട് പറയുന്നു, ഞങ്ങൾ രുദ്രനു വേണ്ടി അന്നരൂപമായ ഹവിസ് ദാനം ചെയ്യുന്നു. ഞാൻ ആകാശത്തിലെ വീരന്മാർ സഹിതം അവനെ സ്തുതിക്കുന്നു. അവൻ ആകാശത്തിലെയും ഭൂമിയിലെയും വീരന്മാർക്ക് സമാനം അസ്ത്രം ധരിച്ച് ശത്രുക്കളെ നിരസ്ത്രർ ആക്കുന്നു. ഇവിടെ വേഗത്തിൽ സഞ്ചരിക്കുന്ന മരുദ്ഗണങ്ങളോട് പറയുകയാണ്. അപ്പം മരുത്തുക്കൾ ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രപഞ്ചം നിർമ്മിച്ചിരിക്കുന്നത് 49 മരുത്തുക്കൾ കൂടിയാണ്. അങ്ങനെയുള്ള 49 മരുത്തുക്കളിൽ ഒരു മരുത്തിലാണ് നമ്മളുള്ളത്. അതിലാണ് കോടിക്കണക്കിന് നക്ഷത്രങ്ങളുള്ളത്. അങ്ങനെയുള്ള നക്ഷത്രത്തിലൊന്നാണ് സൂര്യൻ. ആ സൂര്യനിലെ ഒരു ഗ്രഹമായ ഭൂമിയിലാണ് നമ്മളുള്ളത്. ഈ മരുത്തുക്കളെല്ലാം സഞ്ചരിക്കുന്നുണ്ട്. ഗ്രഹങ്ങളെല്ലാം നമ്മളെ സ്വാധീനിക്കുന്ന പോലെ ഈ മരുത്തുക്കൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അവ വളരെ വേഗത്തിൽ സഞ്ചരിക്കുകയാണ്. അത് ഞങ്ങൾ രുദ്രനു വേണ്ടി അന്നരൂപമായ ഹവിസെല്ലാം നൽകുകയാണ്. രുദ്രൻ എന്ന് പറഞ്ഞാൽ ആറ്റങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുന്നത്. ആ യജ്ഞങ്ങളെല്ലാം തന്നെ ആ കർമ്മങ്ങളെല്ലാം തന്നെ മരുത്തുക്കളാണ് നിയന്ത്രിക്കുന്നത്. ഇപ്പോഴും നമ്മൾ സ്വാധീനിക്കുന്ന 2 പ്രധാനപ്പെട്ട ഘടകങ്ങളൊന്ന് മരുത്തുക്കളാണ്, മറ്റേ ആറ്റങ്ങളാണ്, അല്ലെങ്കിൽ രുദ്രന്മാരാണ്. എന്നിട്ട് ഋഷി പറയുകയാണ്, ഞാൻ ആകാശത്തിലെ വീരന്മാരായ ഇവരെ സ്തുതിക്കുന്നു. അതായത് സ്തുതിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്ന 2 ഘടകങ്ങൾ. ഒന്ന് മരുത്തുക്കൾ, ഒന്ന് രുദ്രന്മാർ. അവർ ആകാശത്തിലെ വീരന്മാരെ പോലെ എന്ത് ചെയ്യാണ്? അസ്ത്രം ധരിച്ചുകൊണ്ട് ശത്രുക്കളെ നിരസ്ത്രരാക്കുന്നു, അസ്ത്രമില്ലാത്തവരാക്കുന്നു. അതായത് നമ്മുടെ പ്രതിബന്ധങ്ങളെ എല്ലാം തരണം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകുവാൻ സഹായിക്കുന്നത് രുദ്രന്മാരുമാണ്, ആകാശത്തിലെ മരുത്തുക്കളും ആണ്. ഇനി 2ലേക്ക്. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 122 പത്നീവ പൂർവഹൂതീം വ്യാവൃതത്വാ ഉഷാസനക്താ പുരുധാവിധാനേ സ്തരീർനാക്കം യൂതംബസാന സൂര്യസ്യ ശ്രിയാ സുദൃശീഹിരണ്യൈഹി. അഹോരാത്ര ദേവതകൾ ഭർത്താവ് വിളിക്കുമ്പോൾ അതിവേഗം
വന്നു ചേരുന്ന ഭാര്യയ്ക്ക് തുല്യം നമ്മുടെ ആദ്യത്തെ വിളിക്ക് തന്നെ വന്നു ചേരണമേ. ഉഷസ് സൂര്യകിരണയുക്തയായും അത്യന്തം സുന്ദരിയായും കാണപ്പെടുന്നു. 2 പറയുകയാണ്, ഭർത്താവ് വിളിക്കുമ്പോൾ വളരെ വേഗം ഭാര്യ എത്തിച്ചേരുന്നത് പോലെ അഹോരാത്ര ദേവതകൾ, ഈ ആകാശത്തിലുള്ള ഈ ദേവതകളെല്ലാം നമ്മുടെ ആദ്യ വിളിക്ക് തന്നെ എത്തിച്ചേരണേ. നമ്മൾ എന്തെങ്കിലും യജ്ഞം ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ആ ദേവതകളെ, മരുത്തുക്കളെ, ഇളയ രുദ്രന്മാരെ അവരെല്ലാം എത്തിച്ചേരണേ. പിന്നെ ആര്? പിന്നെയുള്ള ദേവതയാണ് വർണ്ണവസ്ത്രങ്ങളോടുകൂടിയ ഉഷസ്, നല്ല വർണ്ണമുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞു വരുന്ന ഉഷസ്. ഉഷസ് എന്ന് പറഞ്ഞാൽ ഉദിച്ചു വരുമ്പോഴുള്ള സൂര്യൻ്റെ ആ പ്രകാശം, അതാണ് നമ്മളെ കർമ്മങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത്. അപ്പം നല്ല സുന്ദരമായ വസ്ത്രം അണിഞ്ഞിട്ടാണ് സൂര്യൻ്റെ മുമ്പിൽ വരുന്ന ഉഷസ്, ആ പ്രകാശം വരുന്നത്. അത് സൂര്യകിരണങ്ങളോടുകൂടി അത്യന്തം സുന്ദരിയായിട്ട് കാണപ്പെടുന്നു. അപ്പം നമ്മളെ കർമ്മങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന വേറൊരു ദേവതയാണ് ഉഷസ്, സൂര്യൻ്റെ മുമ്പിൽ വരുന്ന ഉഷസ്. അവൾ സുന്ദരിയായിട്ട് വരികയാണ് നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിച്ചുകൊണ്ട്. ഇനി 3 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 122 3. മമത്തു നാ പരിച്മാവസർഹാമമത്തു വാദോ അപാമൃഷണ്വാൻ ശിശീതമിന്ദ്രാ പർവ്വതായുവം നസ്തന്നോ വിശ്വേ പരിവസ്യന്തു ദേവാഹ. സൂര്യൻ നമുക്ക് സന്തുഷ്ടി പ്രദാനം ചെയ്യണമേ. വായു നമുക്ക് ആനന്ദം പ്രദാനം ചെയ്യണമേ. ഇന്ദ്രനും പർവ്വതവും നമ്മെ ഉത്സാഹഭരിതരാക്കണമേ. വിശ്വദേവതകൾ നമുക്ക് ധനം ദാനം ചെയ്യണമേ. 3 പറയുകയാണ്, പകലോനായ സൂര്യൻ, പകലിൻ്റെ അധിപനായ സൂര്യൻ. സൂര്യൻ പകലാണല്ലോ പ്രത്യക്ഷപ്പെടുന്നത്. അവർ വരികയാണ് നമുക്ക് സന്തുഷ്ടി നൽകുവാനായിക്കൊണ്ട് വരണേ എന്ന് പറയുകയാണ്. അതായത് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ അന്നത്തെ ദിവസം നമുക്ക് സന്തുഷ്ടപൂർണമായി തീരണേ എന്ന് പറയുകയാണ്. അപ്പോൾ സൂര്യനാണ് നമ്മളെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം. ജലവർഷകനായ വായു നമുക്ക് ആനന്ദം നൽകണേ. ജലത്തെ വർഷിക്കുന്നത് വായുവാണ്. മേഘങ്ങളെ കൂട്ടിയിടിപ്പിച്ചിട്ട് മഴയായിട്ട് പെയ്യിപ്പിക്കുന്നത്. അതിലൂടെ നമുക്ക് ആനന്ദം നൽകണേ. പിന്നെ ഇന്ദ്രനും പർവ്വതങ്ങളും നമുക്ക് നമ്മളെ ഉത്സാഹമുള്ളവരാക്കി തീർക്കണേ. ഇന്ദ്രൻ നമ്മളെ യജ്ഞങ്ങളെ ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷം. പർവ്വതങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രകൃതിയിലുള്ള പർവ്വതങ്ങൾ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള ചെടികളെല്ലാം നമ്മളെ ഗോക്കൾക്ക് ആവശ്യമാണ്. അങ്ങനെ വിശ്വദേവതകൾ, ഇങ്ങനെയുള്ള അനേക ദേവതകൾ നമുക്ക് ധനം നേടിത്തരണേ എന്ന് പറയുകയാണ്. അപ്പം നമ്മളെ കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുക, അതിലൂടെ ധനം നേടുക. ഇതിനെ സഹായിക്കുന്ന പലവരെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഇനി 4 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 122 4. ഉദത്വാമേ യശസ ചേതനായൈ വൃന്ദ പാന്തൗഷിജോ ഹുവധ്യൈ പ്രവോനപാദമമ അപാം കൃണുത്വം പ്രമാതരാ രാസ്പിനസ്യായോഹോ. ഋഥുജരോട് ചോദിക്കുന്നു, ഞാനാകുന്ന ഉഷിക് പുത്രനു വേണ്ടി ഹവിർ ഭക്ഷകരും സ്തുത്യരുമായ അശ്വിനീയകുമാരന്മാരെ വിളിക്കട്ടെ. മനുഷ്യരോട് പറയുന്നു, നിങ്ങൾ ജലപുത്രരായ അഗ്നിയെ പൂജിക്കുക. സ്തോതാക്കൾ മാതൃഭൂമിയായ പൃഥ്വിയെയും ആകാശത്തെയും സ്തുതിക്കട്ടെ. ഉശികപുത്രനായ കക്ഷിവൻ, ഈ വേദവരികൾ എഴുതിയ കക്ഷി പറയുകയാണ്, ഞാൻ അശ്വനീകുമാരന്മാരെ വിളിക്കുകയാണ്. അപ്പം സൂര്യൻ വരുമ്പോൾ സൂര്യൻ്റെ ഏതാണ് നമ്മളെ സ്വാധീനിക്കുന്നത്?
സൂര്യനിൽ നിന്നുള്ള ബലങ്ങൾ, ആ ബലങ്ങളെയാണ് നമ്മൾ അശ്വനി കുമാരന്മാർ എന്ന് പറയുന്നത്. സൂര്യനിൽ നിന്നും നമ്മളിൽ പ്രയോഗിക്കപ്പെടുന്ന ബലങ്ങൾ. അപ്പം ആ ബലങ്ങളെ കക്ഷീവൻ വിളിക്കുകയാണ്, അതായത് ഈ ഋഷി വിളിക്കുകയാണ്. നിങ്ങൾ ജലപുത്രനായ അഗ്നിയെ പൂജിക്കുക. വേറൊരു ദേവതയാണ് അഗ്നി. ജലത്തിൽ നിന്നാണ് അഗ്നി ഉണ്ടായത്. നമുക്കറിയാലോ, ജലമുണ്ടാകുമ്പോൾ ഹൈഡ്രജനും ഓക്സിജനും കൂടിച്ചേരുമ്പോഴാണ് അതിൻ്റെ കൂടെ അഗ്നി ഉണ്ടാകുന്നത്. അപ്പം ജലപുത്രനായ അഗ്നിയെ വിളിക്കുന്നു, പൂജിക്കുക. നമ്മളോട് പറയുകയാണ് അഗ്നിയെ നമ്മൾ പൂജിക്കുവാൻ, ജലപുത്രനായ അഗ്നിയെ പൂജിക്കുവാൻ. അതുപോലെ തന്നെ പൃഥ്വിയെയും ആകാശത്തെയും സ്തുതിക്കുവാൻ പറയുന്നു നമ്മളോട്. അപ്പം നമ്മളെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളെപ്പറ്റി പറയുന്നതായിട്ട് കണ്ടാൽ മതി. ഇതെല്ലാം ദേവതകളാണ്. ഇനി 5 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 122 5. ആവോ രുവണ്യമോ ഔഷിജോഹു വധ്യൈ കോശേവ സംസം അർജുനസ്യ നംശേ പ്രവപൂഷ്ണേ ധാവന ആം അച്ഛ വോചേയ വസ്തുത അതിമഗ്നേ. മനുഷ്യരോട് പറയുന്നു, ഞാൻ ഉശിക്പുത്രനായ കക്ഷീവാൻ ഗർജനശീലനായ ഇന്ദ്രനെ നിങ്ങൾക്ക് വേണ്ടി ആഹ്വാനം ചെയ്യുന്നു. കോശ എന്ന പെണ്ണ് രോഗശാന്തിക്കായി അശ്വിനികളെ വിളിച്ചതുപോലെ തന്നെ ഞാനും വിളിക്കുന്നു. ഞാൻ ദാനശീലനായ പൂഷാവിനെ സ്തുതിച്ചുകൊണ്ട് അഗ്നിയുടെ ഐശ്വര്യത്തിനു വേണ്ടിയും സ്തുതി ചൊല്ലുന്നു. ഇതിൽ മനുഷ്യരോട് പറയുകയാണ്, കക്ഷീവൻ, ഉശിക്പുത്രനായ കക്ഷീവൻ, അതായത് ഈ എഴുതിയ കക്ഷീവൻ ഇന്ദ്രനെ നിങ്ങൾക്ക് വേണ്ടി ആഹ്വാനം ചെയ്യുന്നു. ഇന്ദ്രനെ ആഹ്വാനം ചെയ്യുന്നു. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും യജ്ഞത്തിൽ സഹായിക്കുന്ന ശക്തിവിശേഷം. ഘോഷ എന്ന പെണ്ണ്, വേറൊരു വേദങ്ങൾ എഴുതിയ ഋഷിയാണ് ഘോഷ എന്ന സ്ത്രീ. ഘോഷ എന്ന പെണ്ണ് രോഗം ശമിക്കുവാനായിക്കൊണ്ട് അശ്വനികളെ വിളിച്ചതുപോലെ. അപ്പം അശ്വനികളെ പറ്റി ഘോഷ എഴുതിയിട്ടുണ്ട്. രോഗങ്ങളെ ശമിക്കുന്നതിന് പിന്നിലല്ലോ ഉള്ള ശക്തിവിശേഷം അശ്വനികളാണ്. അശ്വനികളോട് പറഞ്ഞ് എൻ്റെ രോഗവും മാറ്റിത്തരണേ എന്നെല്ലാം പണ്ട് എഴുതിയിട്ടുണ്ട് വേറെ എടുത്തിട്ട്. അതുകൊണ്ട് പറയാണ്, അതുപോലെ ഞാനും ചെയ്യുന്നു. എൻ്റെ രോഗങ്ങളെ മാറ്റാനും സൂര്യനാണ് നമ്മുടെ രോഗങ്ങളെയെല്ലാം മാറ്റുന്നത്. സൂര്യനിൽ നിന്നുള്ള ബലങ്ങളാണ്, അതാണ് അശ്വനി കുമാരന്മാർ. പിന്നെ പുഷാവിനെ സ്തുതിക്കുന്നു. പുഷാവ് എന്ന് പറയുന്നത് ഈ ഭ്രമണപഥവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സൂര്യൻ്റെ ഭ്രമണപഥത്തിലാണല്ലോ, സൂര്യനും ചലിക്കുന്നുണ്ട്. അഗ്നിയുടെ ഐശ്വര്യത്തിന് വേണ്ടിയും സ്തുതിക്കുന്നു. അഗ്നിയിൽ നിന്ന് ഐശ്വര്യം ലഭിക്കാൻ, നമ്മുടെ എല്ലാ ഐശ്വര്യം ലഭിക്കുന്നത് അഗ്നിയിലൂടെ, ഊർജത്തിലൂടെയാണ്. നമ്മുടെ ഐശ്വര്യത്തിനായി ഊർജത്തെയും സ്തുതിക്കുക. അപ്പം ഊർജം വേറൊരു ദേവതയാണ്. ഊർജത്തിലൂടെയാണല്ലേ നമുക്ക് യജ്ഞം ചെയ്യാൻ പറ്റുന്നത്. എന്ത് ചെയ്യേണ്ടിക്ക് ഊർജം വേണം. അപ്പം പല ദേവതകളെ ഇവിടെ സ്തുതിക്കുകയാണ്. അങ്ങനെ നമ്മൾക്ക് പരിചയപ്പെടുത്തി തരികയാണ് നമ്മളെ സ്വാധീനിക്കുന്ന പല ദേവതകൾ. അടുത്തത് 6 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 122 6. ശ്രുതം മേ മിത്രാവരുണ ഹവോ മോദശ്രുതം സദനേ വിശ്വദസീ ശ്രോതുന ശ്രോതുരാദി ശുശ്രോതു സുക്ഷേത്ര സിന്ധുരദ്ഭീഹി. മിത്രനോടും വരുണനോടും പറയുന്നു, എൻ്റെ വിളി ശ്രവിക്കുവിൻ. യജ്ഞഗൃഹത്തിൽ നിന്നും അതുപോലെ 4 ഭാഗത്തു നിന്നുമുള്ള എൻ്റെ ആഹ്വാനത്തെ ശ്രദ്ധിക്കുവിൻ. ഞങ്ങളുടെ വയലുകളിൽ ജലവർഷകനായ ദേവൻ മഴ പെയ്യിക്കണമേ. 6 മിത്രവരുണന്മാരെ വിളിക്കുകയാണ് കക്ഷീവൻ. എന്തിന്? അവരോട് പറയുകയാണ്, യജ്ഞഗൃഹങ്ങളിൽ നിന്നും അങ്ങ് 4 ഭാഗത്തുനിന്ന് വിളിക്കുമ്പോഴും
ആഹ്വാനത്തെ ശ്രദ്ധിച്ചുകൊണ്ട് ഞങ്ങളുടെ വയലുകളിൽ ജലവർഷകനായി മഴ വർഷിച്ചുകൊണ്ട് അങ്ങ് വരണേ എന്ന് പറയുകയാണ്. മിത്രവരുണൻ എന്ന് പറഞ്ഞാൽ അനുകൂല സാഹചര്യവും, വരുണൻ എന്ന് പറഞ്ഞാൽ ഓർബിറ്റ്. സൂര്യൻ്റെ ചുറ്റും ഒരു പ്രത്യേക ഓർബിറ്റിലാണ് ഭൂമി കറങ്ങുന്നത്. അപ്പം പ്രത്യേക സ്ഥലത്ത് വരുമ്പോഴാണ് മഴ പെയ്യുക. ആ മഴ സീസണെല്ലാം ഓർബിറ്റിനെ അടിസ്ഥാനമാക്കിയാണ്. അപ്പം കക്ഷിവൻ വിളിക്കുകയാണ്, മനുഷ്യരുടെ വയലുകളിൽ അവർ കൃഷി ചെയ്യാൻ പോകുമ്പോൾ അങ്ങ് വരണേ, എന്നിട്ട് മഴ പെയ്യിക്കണേ. അതായത് അനുകൂല സാഹചര്യങ്ങളിലാണ് മഴ പെയ്യുക. മിത്രൻ എന്ന് പറഞ്ഞാൽ അനുകൂല സാഹചര്യം, വരുണൻ എന്ന് പറഞ്ഞാൽ അനുകൂലമായ സ്ഥലത്ത് ഭൂമി എത്തുമ്പോൾ, അതായത് ഇടവം കർക്കിടകം മുതലായ സ്ഥലങ്ങളിൽ അങ്ങ് വന്നിട്ട് നമുക്ക് ഭൂമിയിൽ മഴ പെയ്യിക്കണേ. അപ്പം നമുക്ക് മഴ പെയ്യിപ്പിക്കുന്ന രണ്ട് ദേവതകളാണ് മിത്രനും വരുണനും. എല്ലാ യജ്ഞങ്ങളും ഓർബിറ്റുകളായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പോഴാണ് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. ഇനി 7 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 122 7. സ്തുഷേ സാഭവാം വരുണാം മിത്ര രാതിർഗവാംശതാ വൃക്ഷയാമേഷു വജ്രേ ശുദ്രഥേ പ്രിയരഥേ ദധാന സത്യപുഷ്ടിം നിരുന്ധാനാസോ അക്മൻ. വരുണനോടും മിത്രനോടും പറയുന്നു, ഞാൻ നിങ്ങളെ സ്തുതിക്കുന്നു. നിങ്ങൾ വജ്രവംശനായ എനിക്ക് 100 ഗോക്കളെ തരൂ. മനോഹരമായ തേരിൽ കയറി അതിവേഗം ഇവിടെ വരികയും എന്നെ പുഷ്ടനാക്കുകയും ചെയ്യണമേ. ഇവിടെ മിത്രവരുണന്മാരോട് ഋഷി പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്തുതിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? എനിക്ക് 100 ഗോക്കളെ തരുവാൻ വേണ്ടിയിട്ട്. ഗോക്കളെ എന്ന് പറഞ്ഞാൽ പശുക്കളെ. അപ്പം മഴയെല്ലാം ഉണ്ടാകുമ്പോൾ അനുകൂലമായ സാഹചര്യങ്ങളാണെങ്കിൽ കൃഷി നല്ലോണം ഉണ്ടാവും. അത് തിന്നാൻ പശുക്കളും എല്ലാം ഗോക്കളും എല്ലാം ഇഷ്ടംമാതിരി ഉണ്ടാകും. അപ്പം അതെല്ലാം കൃഷിയെയെല്ലാം അനുകൂല സാഹചര്യത്തെ മിത്ര വരുണന്മാർ ഓർബിറ്റുകൾ ആ പ്രത്യേക ഭ്രമണപഥങ്ങളിൽ എത്തുമ്പോഴാണ് മഴയെല്ലാം പെയ്യുന്നത്. അപ്പം നമുക്ക് അതിവേഗം വന്നിട്ട് അനേകം ഗോക്കളെ തരണം, 100 കണക്കിന് ഗോക്കളെ തന്നെ തരണേ. നിങ്ങൾ മനോഹരമായ തേരിൽ കയറി വന്നിട്ട് നമ്മളെ പുഷ്ടിപ്പെടുത്തണേ. നമ്മളെ അഭിവൃദ്ധിയെല്ലാം കിടക്കുന്നത് മിത്രവരുണന്മാരിൽ നിന്നാണ്. ഇനി 8 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 122 8. അന്യസ്തു ഷേ മഹിമഖസ്യ രാധസ്സജാസനേമ നകുഷസ്സു വീരാഹ ജനോയാ വജ്രേഭ്യോ വാജിനീവാൻ അശ്വാവതോ രഥിനോ മഹ്യം സൂരിഹി. ഞാൻ ഈ മഹാവൈഭവശാലികളായ ദേവതകളെ സ്തുതിക്കുന്നു. മനുഷ്യരായ ഞങ്ങൾ ഈ സുന്ദരധനം ഉപഭോഗം ചെയ്യും. ഈ ദേവതകൾ അങ്കിരസുകൾക്ക് വളരെ അധികം അന്നവും എനിക്ക് രഥ അശ്വാദികളോടുകൂടിയ ധനവും ദാനം ചെയ്യുന്നു. 8 കക്ഷിവൻ പറയുകയാണ്, ഇവർ മഹാവൈഭവശാലികളാണ്. ആരെല്ലാം? ഈ മിത്രവരുണന്മാർ. അവരെ സ്തുതിക്കുമ്പോൾ മനുഷ്യരായ നമ്മൾക്ക് അവർ എന്ത് ചെയ്യും? ധനം നൽകും. നമുക്ക് ധനം കിട്ടുന്ന അനുകൂല സാഹചര്യം വരുമ്പോഴാണ്, അനുകൂല കാലം വരുമ്പോഴാണ്. കാലം ഓർബിറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമുക്ക് ധനം ലഭിക്കുന്നത്. അവർ അങ്കീരസുകൾ എന്ന് പറഞ്ഞാൽ സൃഷ്ടികാലത്തിൽ അവർക്കും എല്ലാം വേണ്ട ധനം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്കെന്ന് പറഞ്ഞാൽ കക്ഷ്യപനായ ഈ ഋഷിക്കും അശ്വങ്ങളെ കൂട്ടിയ രഥങ്ങളോടുകൂടി ധനം നൽകിയിട്ടുണ്ട്. അതായത് അവർ രഥങ്ങളിൽ വന്നിട്ട് നമുക്കും അതിനുള്ള ഐശ്വര്യമെല്ലാം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇനി 9 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 122 9. ജനോയോ മിത്രാ വരുണ അഭിദുർഗഭോ നവാം
സുനോത്യ അഷ്ണയാ ധൃഗ് സ്വയം സ യഷ്മം ഹൃദയേ നിധത്ത ആപയതി ഹോത്രാഭിർഹൃദാവാ. മിത്രനും വരുണനോടും പറയുന്നു, ദ്രോഹിയായ യാതൊരുത്തൻ കൂടി ലതാപൂർവം നിങ്ങൾക്ക് വേണ്ടി സോമം നിഷ്പന്നമാക്കുന്നില്ലയോ, അവൻ സ്വന്തം ഹൃദയത്തിൽ യക്ഷ്മാരോഗത്തെ സ്വീകരിക്കുന്നു. യാതൊരുത്തൻ നിയമപൂർവം ജീവിക്കുകയും നിങ്ങളെ സ്തുതിച്ചുകൊണ്ട് സോമം തയ്യാറാക്കുകയും ചെയ്യുന്നുവോ, അവൻ നിങ്ങളുടെ കൃപാപാത്രമായി ഭവിക്കുന്നു. അപ്പോൾ മിത്രവരുണന്മാരോട് ഇതിട് പറയുകയാണ്, കുടില തന്ത്രത്തോടുകൂടി വല്ലവരും എനിക്ക് ഈ സോമം യജ്ഞം നൽകുമ്പോൾ, യജ്ഞം ചെയ്തിട്ട് സോമം നൽകുമ്പോൾ, കാരണം എല്ലാവരെയും നിയന്ത്രിക്കുന്ന നമ്മളും രാജ്യദ്രോഹികളെയും നിയന്ത്രിക്കുന്നതെല്ലാം ഈ മിത്രവരുണന്മാരാണ്. അവരും യജ്ഞം ചെയ്യുന്നുണ്ട്. അത് ലോകത്തിന് നാശം വരുത്തുന്ന യജ്ഞമാണ്. അപ്പം അങ്ങനെയുള്ള യജ്ഞം അവർ നടത്തുമ്പോൾ അവരെന്ത് വേണം? അവരുടെ ഹൃദയത്തിൽ യക്ഷ്മരോഗത്താൽ അവർ നശിച്ചു പോകട്ടെ. അതായത് പിന്നെയോ നീതിപൂർവം ജീവിക്കുകയും നിങ്ങളെ സ്തുതിക്കുകയും ചെയ്യുന്നവർക്ക് നിങ്ങളുടെ കൃപയുണ്ടാകണേ. അതായത് ഈ ലോകത്തിൽ ദുഷ്ടന്മാരുമുണ്ട്, ലോകത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നവരുമുണ്ട്, നല്ല ആൾക്കാരുമുണ്ട്. ആ നല്ല ആൾക്കാരുടെ കൂടെ നിങ്ങളുടെ കൃപ അവർക്ക് കിട്ടണേ, മറ്റുള്ളവർ നശിച്ചു പോകണേ. അപ്പം കാലം തന്നെയാണ് ദുഷ്ടന്മാരെ എല്ലാം ഇല്ലാതാക്കുന്നത്. അതല്ലേ കൃഷ്ണൻ പറഞ്ഞത്, അധർമ്മം പെരുകുമ്പോൾ ഞാൻ വരും. എന്തിന്? അധർമ്മികളെ ഇല്ലാതാക്കാൻ. അതെല്ലാം അനുകൂല സാഹചര്യത്തിലും അനുകൂല കാലത്തിലുമാണ്. ഇനി 10 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 122-10. സവ്രാധദോ നകുഷോ ദംസൂജൂത ശർദ്ധസ്തരോതരാം ഗുർത്തശ്രവാഹ വിശിഷ്ടർ അതിജ്യാതി ബാൾഹസ്യത്വാ വിശ്വാസുഭൃത്സു സദമിച്ഛൂരഃ. മിത്രാവരുണന്മാരുടെ കൃപയ്ക്ക് പാത്രമായി ഭവിക്കുന്ന വ്യക്തി ദാനവാനും ബലവാനും ഉത്തമങ്ങളായ യജ്ഞങ്ങളെ നടത്തുന്നവനും ത്യാഗവും ആയിക്കൊണ്ട് ശത്രുക്കളെ പരാജിതരാക്കുകയും ഭീകരന്മാരെ പോലും ഭയപ്പെടാതെ ഇരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ മിത്രവരുണന്മാർ എന്ത് ചെയ്യണേ? ദാനവാനും ബലവാനും ഉത്തമങ്ങളായ യജ്ഞങ്ങളെ ചെയ്യുന്നവരുമെല്ലാം ത്യാഗികളായ അത്തരം ജനങ്ങളെ കൊണ്ട് ശത്രുക്കളെ പരാജിതരാക്കിയിട്ട്, അപ്പം നല്ല ആൾക്കാരെ യജ്ഞം ചെയ്യുന്നതിൽ സഹായിച്ച് അവരെ പിന്നിൽ നിന്നുകൊണ്ട് ശത്രുക്കളെ ഇല്ലാതാക്കിയിട്ട്, ഭീകരന്മാരെ പോലെ എല്ലാം ഉള്ളവരെ ഇല്ലാതാക്കിയിട്ട് അവരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അവരെ സഹായിക്കണേ എന്ന് പറയുകയാണ്. ഇനി 11 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 122-11. അദത്മന്ദാനകുശോഹവം സുരേ ശ്രോതാ രാജാനോ അമൃതസ്യ മന്ത്രാഹ നഭോജുവോ യന്നിരവസ്യ രാധ പ്രശസ്തയേ മഹിനാ രഥവതേ. അശ്വിനി ദേവതകളോട് പറയുന്നു, സ്തോതാവിൻ്റെ ആഹ്വാനങ്ങൾ ശ്രവിക്കണമേ. നിങ്ങൾ ആകാശത്തിൽ അതിവേഗം സഞ്ചരിച്ച് വിളിക്കുന്നവർക്ക് മഹത്വപൂർണമായ ധനം നൽകണമേ. 16 ഹർഷദാതാക്കളായ അശ്വിനി കുമാരന്മാരോട് പറയുകയാണ്, നിങ്ങൾ സ്തോതാവിൻ്റെ ആഹ്വാനങ്ങൾ കേട്ടിട്ട്, അതായത് നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ എന്ത് വേണം? ആകാശത്തിൽ കൂടി അതിവേഗത്തിൽ സഞ്ചരിച്ചിട്ട് എന്നിട്ട് വിളിക്കുന്നവർക്ക് മഹത്വമേറിയ ധനം നൽകണേ എന്ന് പറയുകയാണ്.
നമ്മൾ വിളിക്കുമ്പോൾ ധനം നൽകുക. നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുമ്പോഴാണ് ധനം നേടുന്നത്. അപ്പം നമ്മുടെ യജ്ഞമെല്ലാം പ്രേരിപ്പിക്കുന്ന വ്യക്തികളാണ് അശ്വനി കുമാരന്മാർ, അതായത് ഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന ബലങ്ങൾ. ഇനി 12 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 122 12. ഏതം ശർദ്ധം ധാമ യസ്യ സുരേർ ഇത്യവോ ഛന്ദശതയസ്യ നംശേ ദ്യുമ്നാനി യേഷു വസുരാദി രാരണ്യശ്വേ നന്വന്തു പ്രബുധേഷു വാജം. യാതൊരു സ്തോതാവ് 10 ചമസങ്ങളിൽ വയ്ക്കപ്പെട്ടിരിക്കുന്ന സോമത്തിന് വേണ്ടി ഞങ്ങളെ ആഹ്വാനം ചെയ്യുന്നുവോ അവന് വേണ്ടി ഞങ്ങൾ ശക്തി സംഭരിക്കും. ഇപ്രകാരം ദേവതകൾ അരുളി ചെയ്തു. ഈ ദേവതകളിൽ നിന്ന് യശസ്സും ധനവും ശോഭയെ പ്രാപിക്കുന്നു. ഈ ദേവതകൾ നമ്മുടെ യജ്ഞങ്ങളിൽ അന്നം സേവിക്കണമേ. ഇവിടെ 12 പറയുന്നത് എന്താണെന്ന്, ഏതൊരു സ്തോതാവ് എന്ന് പറഞ്ഞാൽ വേദങ്ങളുടെ അടിസ്ഥാനത്തിൽ, ശാസ്ത്രതത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ യജ്ഞം ചെയ്യുന്നവരെ 10 ചമസങ്ങളിൽ വെച്ചിരിക്കുന്ന 10 ചമസങ്ങൾ എന്ന് പറയുമ്പോൾ 8 ദിക്കുകളുണ്ട്. പിന്നെ മുകളിൽ താഴെ എടുത്തു കഴിഞ്ഞാൽ 10 അതാണ് 10 ദിക്കുകളിൽ ചമസങ്ങളിൽ വെച്ചിട്ട് യജ്ഞം നടത്തുന്ന ആ വേദിക്കാണ് ചമസം എന്ന് പറയുന്നത്. അപ്പം 10 ദിക്കുകളിൽ നടക്കുന്ന യജ്ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ എല്ലായിടവും നടക്കുന്ന യജ്ഞങ്ങളിൽ സ്തോത്രം, അതായത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ യജ്ഞങ്ങൾ നടത്തുന്നുവോ അവർക്ക് വേണ്ടി ഞങ്ങൾ ദേവതകൾ ശക്തി സംഭരിക്കും എന്ന് പറയുകയാണ്. ദേവതകൾ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും, ആ വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ യജ്ഞങ്ങൾ നടത്തുന്നത്. അങ്ങനെ നമ്മൾ യജ്ഞങ്ങൾ നടത്തുമ്പോൾ എവിടെയെല്ലാം നടത്തുന്നത്? 10 ദിക്കുകളിൽ വെച്ച ചമസങ്ങളിൽ നമ്മൾ യജ്ഞം നടത്തും. അതായത് ലോകത്തിൽ എവിടെ വെച്ച് നമ്മൾ യജ്ഞങ്ങൾ നടത്തിയാലും അപ്പോഴെന്ത് ചെയ്യും? ദേവതകൾ വന്ന് നമുക്ക് യശസ്സും ശോഭയും നൽകട്ടെ എന്ന് പറയുകയാണ്. എന്നിട്ട് അവരതിന് നമ്മുടെ യജ്ഞത്തിൽ വന്ന് നമ്മൾ നൽകുന്ന അന്നം സേവിക്കട്ടെ. നമ്മൾ അവർക്കായി നൽകുന്ന ഒരു യജ്ഞം ചെയ്യുക, എന്തെങ്കിലും വസ്തുക്കൾ അർപ്പിച്ചിട്ടാണല്ലോ യജ്ഞം ചെയ്യുക. നമ്മളിപ്പോൾ ചോറുണ്ടാക്കുന്നുണ്ട്, അരിയും വെള്ളയും കൊടുത്തിട്ടാണ് നമ്മൾ ചോറ് നേടുന്നത്. അപ്പോൾ അത് ആ ദേവതകൾ സ്വീകരിക്കും. അപ്പം നമ്മൾ ചോറ് വയ്ക്കുകയാണെങ്കിൽ അരിയും വെള്ളം എല്ലാവരും അഗ്നിദേവനും ഇന്ദ്രദേവനും എല്ലാം സ്വീകരിക്കും. എന്നിട്ട് നമുക്ക് ചോറ് തരും. ഇനി 13 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 122 13. വന്ദാമഹേ ദശദയസ്യ ധാസേർ ദുര്യത് പഞ്ച ബിഭ്രതോ യന്ത്യന്യാ കിമിഷ്ടാശ ഇഷ്ടരശ്മിരേത ഈശാനാ സസ്തരുഷു ഇറിഞ്ചതേ നൃൻ. ഋത്വിജൻ 10 ചമസങ്ങളിൽ വയ്ക്കപ്പെട്ട സോമരൂപമായ അന്നത്താൽ പുഷ്ടനായി പോകുന്നു. ഇഷ്ടാശ്വങ്ങളോടും ഇഷ്ടരാശികളോടും കൂടിയ മനുഷ്യർ സ്വയം സമർത്ഥനാണോ? ആ ദേവന്മാർ തന്നെയാണ് ഈ മനുഷ്യരെയും അവിടെ വിജയശീലരായ കുതിരകളെയും നയിക്കുന്നത്. ഇവിടെ 13 പറയുകയാണെങ്കിൽ ഈ ഋത്വിജന്മാർ, യജ്ഞം ചെയ്യുന്നവർ 10 ചമസങ്ങളിൽ വെക്കപ്പെട്ട സോമം. നമ്മൾ യജ്ഞം ചെയ്യാനുള്ള വസ്തു വെക്കുന്നത് എവിടെയാണ്? 10 ചമസങ്ങൾ. ഈ ചമസങ്ങൾ എവിടെയെല്ലാം ആകാം? 10 ദിക്കുകളിലാകാം. ഈ പ്രപഞ്ചത്തിൻ്റെ ഏത് ദിക്കിൽ വെച്ചും നമ്മൾ ചമസങ്ങളിൽ അവിടെ വെച്ച് യജ്ഞം നടത്തുമ്പോൾ അത് അന്നത്താൽ പുഷ്ടിപ്പെടുന്നു. നമ്മൾ ചെയ്യുന്ന വസ്തുക്കൾ പുഷ്ടി പ്രാപിക്കുന്നു. ഇഷ്ട അശ്വങ്ങളോടും ഇഷ്ടരാശികളോടും കൂടിയ മനുഷ്യർ,
മനുഷ്യർ ഇഷ്ട ഇഷ്ടാശയങ്ങളോടും കുതിരകളോടും അല്ലെ ബലങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അനുയോജ്യമായ ബലം ഉപയോഗിച്ചുകൊണ്ടാണ് മനുഷ്യർ യജ്ഞം ചെയ്യുന്നത്. ഇഷ്ടരാശികളോടും, രാശികൾ എന്ന് പറയുന്നത് 12 രാശികൾ, ഈ പ്രപഞ്ചം തന്നെ, ഈ പ്രപഞ്ചത്തിൽ എവിടെ ഇരുന്നു കൊണ്ടും നമ്മൾ ഇഷ്ടബലങ്ങൾ ഉപയോഗിച്ച് അന്നം നൽകിക്കൊണ്ട് 10 ദിക്കുകളിൽ എവിടെയും ഇരുന്നു കൊണ്ട് മനുഷ്യർ യജ്ഞം ചെയ്യുമ്പോൾ ഈ ദേവന്മാർ തന്നെയാണ് മനുഷ്യരെയും അവരുടെ യജ്ഞത്തെയും നയിക്കുന്നത്. അവരുടെ കുതിരകളെയും അവരുടെ യജ്ഞങ്ങളെയും എല്ലാം നയിക്കുന്നത് ഈ ദേവഗണങ്ങൾ തന്നെയാണ്. ഏതെല്ലാണ്? ആദ്യം പറഞ്ഞ മരുത്തുക്കൾ തൊട്ട് ഇന്ദ്രൻ തൊട്ട് അഗ്നി, ഊർജം, ഇതെല്ലാം തന്നെ അശ്വനി കുമാരന്മാർ, ഇവരെല്ലാം തന്നെയാണ് നമ്മുടെ യജ്ഞത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. ഇനി 14. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 122-14. ഹിരണ്യകർണം മണിഗ്രീവം അമർണസ്തന്നോ വിശ്വേ പരിവസ്യന്തു ദേവാഹ അര്യോഗിരസദ്യ ആജഗ്മൂഷിരോ ഉസ്രാശ്ച കന്തു ഉഭയേഷു അസ്മേ. വിശ്വദേവകൾ നമുക്ക് കാതുകളിൽ സ്വർണവും കഴുത്തിൽ മണികളും അണിഞ്ഞിരിക്കുന്ന സുശോഭിതരായ പുത്രന്മാരെ നൽകുന്നതിന് അനുഗ്രഹിക്കണമേ. ഉഷകാലത്തിൽ സ്തുതികളും ഹവിസും സ്വീകരിക്കണമേ. ഇവിടെ കാര്യം പറയുകയാണ്, ഈ വിശ്വദേവന്മാർ, ഇതുവരെ പറഞ്ഞ ഈ വിശ്വദേവന്മാരാണ് നമ്മുടെ യജ്ഞങ്ങളെല്ലാം നയിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. അവരെന്ത് ചെയ്യണം? നമ്മളെ സ്തുതികളും ഹവിസുകളും സ്വീകരിച്ചിട്ട് നമ്മുടെ പുത്രന്മാരുടെ കഴുത്തിലും കാതിലുമെല്ലാം സ്വർണങ്ങൾ അണിയിപ്പിക്കണേ എന്ന് പറയുകയാണ്. അതായത് നമ്മുടെ പുത്രന്മാർക്ക് ഇത്രയും സൗഭാഗ്യം കിട്ടണം, കാതിലും കഴുത്തിലും എല്ലാം സ്വർണം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും സുഭിക്ഷമായ മക്കളെയെല്ലാം കിട്ടുന്നത് ഏതിലൂടെ? യജ്ഞത്തിലൂടെ. നമ്മൾ യജ്ഞം ചെയ്തു കഴിഞ്ഞാൽ ഈ ദേവതകളെല്ലാം നമ്മളെ അനുഗ്രഹിക്കും, നമ്മളെ പുത്രന്മാർക്ക് സൗഭാഗ്യം ഉണ്ടാക്കും. ഇനി 15. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 122-15. ചത്വാരോ മമ ശാരസ്യ ശിശ്വസ്ത്രയോ രാജ്ഞ ആയവസസ്യാസ്തിഷ്ണോഃ രഥോവാം മിത്രാവരുണ ദീർഘാപ്സാം സുമഗഭ്യസ്ഥി സുരോ ജ്ഞാദ്യൗത്. മിത്ര വരുണന്മാരോട് പറയുന്നു, മഷർഷാര രാജാവിൻ്റെ 4ഉം ആയവ സരാജാവിൻ്റെ 3 പുത്രന്മാർ എന്നെ പീഡിപ്പിക്കുന്നു. നിങ്ങളുടെ അതിമനോഹരമായ രഥം സൂര്യനെ പോലെ പ്രകാശിപ്പിച്ച് അവരെ പേടിപ്പിക്കണമേ. ഇവിടെ ഋഷി പറയുകയാണ്, മിത്രവരുണന്മാരോട് പറയുകയാണ്, മഷർഷ രാജാവിൻ്റെ 4 പുത്രന്മാരും ആയവ രാജാവിൻ്റെ 3 പുത്രന്മാരും എന്നെ പീഡിപ്പിക്കുന്നു. അതായത് എനിക്ക് കുറേ ശത്രുക്കളെ, പല രാജാക്കന്മാരുടെയും മക്കൾ എന്നെ പീഡിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ രഥം, അതിമനോഹരമായ രഥത്തിലേറിയിട്ട് നിങ്ങൾ സൂര്യനെ പോലെ പ്രകാശിച്ചുകൊണ്ട് വന്നുകൊണ്ട് അവരെ പേടിപ്പിക്കണേ എന്ന് പറയുകയാണ്. അതായത് എനിക്ക് കുറേ ശത്രുക്കളുണ്ട്, 4 വശത്തൊന്നും എന്നെ ശത്രുക്കൾ, രാജാക്കന്മാരുടെ ഉപദ്രവം എനിക്ക് ഏൽക്കേണ്ടി വരുന്നുണ്ട്. അതെല്ലാം സൂര്യനാകുന്ന രഥത്തിൽ കയറി വന്നുകൊണ്ട് ഈ മിത്രവരുണന്മാർ, അതായത് അനുകൂലമായ സാഹചര്യം വരുമ്പോൾ, കാലം അനുകൂലമായി വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ശത്രുക്കളെയെല്ലാം ഇല്ലാതാക്കി തീർക്കണം. അതായത് രാജാക്കന്മാർ പോലും നമുക്ക് ശത്രുതയായി തീരുമ്പോൾ അതിനെയെല്ലാം മാറ്റാനുള്ള കഴിവ് ഏതിനേ ഉള്ളൂ? കാലത്തിനേ ഉള്ളൂ.
അനുകൂലമായ കാലം വരുമ്പോൾ, അനുകൂലമായ സാഹചര്യം വരുമ്പോൾ, അനുകൂലമായ കാലം ഗ്രഹങ്ങളുടെ ആ ഭ്രമണപഥത്തിലെ ചുറ്റലുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ആ ഭ്രമണപഥത്തിനാണ് വരുണൻ എന്ന് പറയുന്നത്. മിത്രൻ എന്ന് പറഞ്ഞാൽ അനുകൂലം. അപ്പം അനുകൂലമായ കാലം വരുമ്പോൾ രാജാവിൽ നിന്നുള്ള ശത്രുത പോലുമാണെങ്കിലും അതെല്ലാം മാറ്റപ്പെടും എന്ന് പറയുകയാണ്.